students, I am your biology teacher. Welcome to my channel Focus Biology. ബയോളജി കോഡിലൂടെ പഠിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഫോക്കസ് ബയോളജി എന്ന ഈ ചാനലിലൂടെ കോഡിലൂടെ എങ്ങനെയാണ് രസകരമായി ബയോളജി പഠിക്കാൻ സാധിക്കുമെന്നാണ് ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കഷനായിട്ട് പോകുന്നത്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബയോളജി +1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലിവിംഗ് വേൾഡ് ആണ്. ലിവിംഗ് വേൾഡ് അല്ലേ എന്ന് പറഞ്ഞാൽ ജീവലോകം. അപ്പൊ ഈ വാക്കിൽ തന്നെയുണ്ട് ജീവനുള്ളവയുടെ ലോകം അല്ലേ. ലിവിംഗ് വേൾഡ് എന്ന് പറയുമ്പോൾ ജീവലോകം അഥവാ ജീവനുള്ളവയുടെ ലോകം. എന്താണ് ലിവിംഗ്? വാട്ട് ഈസ് ലിവിംഗ്? അപ്പൊ നമുക്കറിയാം ജീവനില്ലാത്തവയിൽ നിന്നും നോൺ ലിവിംഗ് ഓർഗാനിസംസിൽ നിന്നും ലിവിംഗ് ഓർഗാനിസംസിന് ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ചില സവിശേഷതകളുണ്ട്. അപ്പൊ എന്താണ് ലിവിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ലിവിംഗ് എന്നതിന്റെ ആൻസർ എന്ന് പറയുന്നത് നോൺ ലിവിംഗ് ഓർഗാനിസംസിന് ഇല്ലാത്ത എന്തൊക്കെ സവിശേഷതകളാണ് ലിവിംഗ് ഓർഗാനിസംസിന് ഉള്ളത് എന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് ലിവിംഗ്? നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളതാണ്. ലിവിംഗ് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നു, വളരുന്നു, ദെൻ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, റെസ്പോണ്ട് ടു സ്റ്റിമുലൈക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു അഥവാ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്നു, ദെൻ മെറ്റബോളിസത്തിന് വിധേയമാകുന്നു, ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഗ്രോ ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെന്താണ് സ്റ്റിമുലൈക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവ മെറ്റബോളിസത്തിന് വിധേയമാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കോഡിലൂടെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന്. അപ്പോൾ വാട്ട് ഈസ് ലിവിംഗ് എന്നതിന് ഒരു കോഡുണ്ട്. എന്താണ്? MGR. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, ടീച്ചറെ ഈ ബയോളജി മുഴുവനും കോഡിലൂടെയാണ് പഠിക്കുന്നതെങ്കിൽ ഏത് പോർഷന് ഏത് കോഡാണ് എന്ന് പഠിക്കാൻ ഇനിയും കോഡ് പഠിക്കേണ്ടി വരുമോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓരോ കോഡിലൂടെയും നമ്മൾ ഓരോ പോർഷൻസ് പഠിക്കുമ്പോഴും ആ പോർഷന് ആപ്റ്റ് ആയിട്ടുള്ള കോഡായിരിക്കും, അതായത് മറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കോഡായിരിക്കും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ലിവിംഗ് എന്നതിന് ഞാൻ എന്ത് കോഡാണ് തന്നത്? MGR. നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട് അല്ലേ. അപ്പോൾ ഈ തമിഴ് ജനഹൃദയങ്ങളിൽ, ഈ തമിഴ്നാട്ടിലെ ജനതയുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ഒരു ആക്ടറും പൊളിറ്റീഷ്യനുമാണ് MGR അഥവാ MG രാമചന്ദ്രൻ. ഞാൻ പറഞ്ഞു തമിഴ് ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ലിവിംഗ് എന്നതിന് MGR തന്നെയാണ് നമ്മുടെ ആപ്റ്റായ കോഡ്. വാട്ട് ഈസ് ലിവിംഗ്? MGR. നോക്കാം, ഞാനിവിടെ ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. MGR, MR+GR ഇങ്ങനെ വരണമെങ്കിൽ M+G ഇതിനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ഞാൻ R പുറത്തെടുക്കുകയാണ്. അപ്പൊ M+GR നമ്മൾ MGR എന്ന് ഓർത്താൽ മതി. M+GR = MR+GR. MR/GR എന്തെന്നത് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പൊ നമുക്ക് ഇത് മാത്രം മതി. MGR. ഞാൻ പറഞ്ഞു ലിവിംഗ് ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇവ ഗ്രോ ചെയ്യുന്നു. ലിവിംഗ് ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നു. പിന്നെന്താണ്? ലിവിംഗ് ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു. ഇവ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലൈക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. മെറ്റബോളിസത്തിന് വിധേയമാകുന്നു. MGR. അപ്പോൾ വാട്ട് ഈസ് ലിവിംഗ് എന്നതിനുള്ള ആൻസർ നമുക്ക് എളുപ്പത്തിൽ പഠിക്കേണ്ട ഒരു കോഡാണ് MGR. ഇത് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. പക്ഷേ ഡിഫൈനിങ് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങൾ ഒരിക്കലും ഈ കോഡ് മറക്കത്തുമില്ല. അപ്പോൾ വാട്ട് ഈസ് ലിവിംഗ്? MGR അല്ലേ. G grow, R reproduce, then next R respond to stimuli, M metabolize. അപ്പൊ നമ്മുടെ കോഡ് ഇതാണ് MGR. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ളൂ. MGR M+G × R = MR+GR ഇങ്ങനെ പഠിച്ചാൽ മതി. MGR = MR+GR. എന്താണ്? MGR = MR+GR. What is living? MGR = MR+GR. ഇപ്പൊ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ലിവിംഗ്? ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ഗ്രോ, റീപ്രൊഡ്യൂസ്, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, ദെൻ മെറ്റബോളൈസ്.
ഇപ്പൊ ഈ പറഞ്ഞ സവിശേഷതകളല്ലാതെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? ലിവിങ് ഓർഗാനിസംസിന് സെൽഫ് റെപ്ലിക്കേഷനുള്ള കഴിവുണ്ട്, ലോക്കോമോഷനും മൂവ്മെന്റിനുമുള്ള കഴിവുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഇത്രയും പോയിന്റുകൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റിൽ ഈ 4 പോയിന്റുകൾ മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. നോക്കാം, എന്താണ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്. നമുക്കറിയാം ലിവിങ് ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റിമുലേക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, ദെൻ മെറ്റബോളിസത്തിന് വിധേയമാകുന്നുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. എന്നാൽ നമുക്കിവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നത്. അപ്പൊ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൽ ഏതിനൊക്കെയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഉള്ളത് എന്നുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ കഴിഞ്ഞു. നോക്കാം, എന്താണ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്. എക്സ്ക്ലൂസീവ് ക്യാരക്ടേഴ്സ് ടു ദ ലിവിങ് ഓർഗാനിസംസ് ഈസ് കോൾഡ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്. ലിവിങ് ഓർഗാനിസംസിന് മാത്രമുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ സവിശേഷതയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്. ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് മറ്റൊന്നുമില്ല, ലിവിങ് ഓർഗാനിസംസിന് മാത്രമുള്ളതും എന്നാൽ നോൺ ലിവിങ് ഓർഗാനിസംസിന് ഇല്ലാത്തതുമായ സവിശേഷതകളെയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ലിവിങ് ഓർഗാനിസത്തിന് മാത്രമാണ് ലിവിങ് ഓർഗാനിസത്തിനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത്, നോൺ ലിവിങ്ങിന് ഇല്ല എന്നതാണ് നമ്മുടെ വിശ്വാസം, എന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ലിവിങ് ഓർഗാനിസംസ് വളരുമെന്ന് പറഞ്ഞു, റീപ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, സ്റ്റിമുലേക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു, മെറ്റബോളിസത്തിന് വിധേയമാകും, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് എന്നത് ചില ലിവിങ് ഓർഗാനിസംസിന് മാത്രമേ പാടുള്ളൂ, ഇനി ചില ഓർഗാനിസംസിന് ഇല്ലെങ്കിലും സാരമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ലിവിങ് ഓർഗാനിസംസിനും കോമൺ ആയിട്ടുള്ള സവിശേഷത അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ എന്താണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി പറഞ്ഞത്? ലിവിങ് ഓർഗാനിസംസിന് മാത്രമുള്ളതും എന്നാൽ നോൺ ലിവിങ് ഓർഗാനിസംസിന് ഇല്ലാത്തതുമായ സവിശേഷതയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ചില ലിവിങ് ഓർഗാനിസംസിന് മാത്രം ഉണ്ടായിരിക്കാനോ ചില ഓർഗാനിസംസിന് ഇല്ലാതിരിക്കാനോ കഴിയില്ല. എല്ലാ ലിവിങ് ഓർഗാനിസംസിനും കോമൺ ആയിട്ടുള്ള സവിശേഷതയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഗ്രോത്ത് എന്നത്. ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടി ഏതാണ്? ഗ്രോത്ത്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഗ്രോ ബൈ ഇൻക്രീസ് ഇൻ സൈസ്, മാസ് ആൻഡ് നമ്പർ ഓഫ് സെൽസ്. അപ്പൊ സൈസ് വർദ്ധിക്കുന്നതിലൂടെ, അളവിൽ വലുതാകുന്നതിലൂടെ ഒരു ഓർഗാനിസം വളരുന്നു എന്ന് പറയാം. ദെൻ അതിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ, മാസ് എന്ന് പറയുമ്പോൾ സെല്ലിന്റെ എണ്ണം കൂടുമ്പോഴാണ് ഒരു ഓർഗാനിസത്തിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഒരു ഓർഗാനിസം വളരുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഒരു ഓർഗാനിസം വളരുന്നു എന്ന് പറയാം. അപ്പോൾ സൈസ് വലുതാവുന്നതിലൂടെ, മാസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ, പിന്നെന്താണ്, നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഒരു ഓർഗാനിസം വളരുന്നു എന്ന് നമുക്ക് പറയാം. ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണെങ്കിൽ എങ്ങനെയാണ് വളരുന്നത്? ഒരു കോശം മാത്രമേ ഉള്ളൂ അല്ലെ, ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസം ആണ് സിംഗിൾ സെൽഡ് ഓർഗാനിസം. ഇനി ഒരു കോശം മാത്രമുള്ളവയാണ് ഏകകോശ ജീവികൾ അല്ലെ. ഇതെങ്ങനെയാണ് വളരുന്നത്? ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ല് മാത്രമല്ലേ ഉള്ളൂ, ഇതിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ സിംഗിൾ സെൽഡ് ഓർഗാനിസം അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നു. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിലോ, ബഹുകോശ ജീവികളാണെങ്കിൽ എങ്ങനെ ഗ്രോ ചെയ്യുന്നു എന്ന് പറയാം? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ഓർ ഗ്രോത്ത് ബൈ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിലൂടെ സെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്ത് ഇവ വളരുന്നു. കോശ വിഭജനത്തിലൂടെ കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെ ഇവ എന്ത് ചെയ്യുന്നു? വളരുന്നു. ഏവ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഓൾ ലിവിങ് ഓർഗാനിസംസ് ഗ്രോ ബൈ ഇൻക്രീസ് ഇൻ സൈസ്, ദെൻ മാസ്, ദെൻ നമ്പർ ഓഫ് സെൽസ്. സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ, മാസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ, നമ്പർ ഓഫ് സെൽസ് വർദ്ധിക്കുന്നതിലൂടെ ഒരു ഓർഗാനിസം എന്ത് ചെയ്യുന്നു? വളരുന്നു എന്ന് നമുക്ക് പറയാം. ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണെങ്കിൽ അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ആ ഓർഗാനിസം വളരുന്നുണ്ട്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിലോ, സെല്ലുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സെൽ ഡിവിഷനിലൂടെ ആ ഓർഗാനിസംസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് നടക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ലിവിങ് ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചേക്കാം, ടീച്ചറെ റോക്സ്, മൗണ്ടൻസ്, സാൻഡ് മൗണ്ട്സ് ഇവ വളരുന്നില്ലേ, ഇതിന്റെ സൈസ് വലുതാകുന്നില്ലേ എന്നൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം.
ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇവ ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽസ് ഓൺ ദ സർഫസ് എന്ന് പറഞ്ഞാൽ ദേ ഗ്രോ ഫ്രം ഔട്ട്സൈഡ്. ഈ പറഞ്ഞ റോക്സ്, മൗണ്ടൻസ്, സാൻഡ് മൗണ്ട്സ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കാലക്രമേണ പല വർഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഇവയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റോക്സ്, മൗണ്ടൻസ്, സാൻഡ് മൗണ്ട്സ് എന്നിവ എന്താണ്? ഇവ നോൺ ലിവിങ് ആണ്. പക്ഷെ ഈ നോൺ ലിവിങ് ആയിട്ടുള്ളവ ലിവിങ് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ? എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ദേ ഗ്രോ ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽസ് ഓൺ ദി സർഫസ് എന്ന് പറഞ്ഞാൽ ദേ ഗ്രോ ഫ്രം ഔട്ട്സൈഡ്. ബട്ട് എ ലിവിങ് ഓർഗാനിസം ഗ്രോ ഫ്രം ഇൻസൈഡ്. ഒരു ലിവിങ് ഓർഗാനിസം എങ്ങനെ വളരുന്നുള്ളൂ? അതിന്റെ ഉള്ളിൽ നിന്നും അകമേ നിന്നും അവ എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇൻസൈഡിൽ നിന്നുള്ള, ഉള്ളിൽ നിന്നുള്ള വളർച്ചയാണ് ഗ്രോത്ത്. അപ്പൊ ഇതെന്തല്ല, ഇത് ശരിക്കും നമ്മുടെ ലിവിങ് ഓർഗാനിസംസിന്റെ ഗ്രോത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതല്ല. കാരണം റോക്സ്, മൗണ്ടൻസ്, പിന്നെന്താണ് സാൻഡ് മൗണ്ട്സ് എന്നിവ ഗ്രോ ഫ്രം ഔട്ട്സൈഡ്. ബട്ട് ലിവിങ് ഓർഗാനിസം ഗ്രോ ഫ്രം ഇൻസൈഡ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ പറഞ്ഞു ഗ്രോത്ത് എന്നത് എന്താണ്? ഒരു ലിവിങ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ പറഞ്ഞു ഈ ലിവിങ്, നമ്മൾ എന്തോ ഡിഫൈനിങ് പ്രോപ്പർട്ടിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഗ്രോത്ത് എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും ഗ്രോ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിവിടെ അഡീഷണൽ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു. എന്താണ്? റോക്സ്, മൗണ്ടൻസ്, സാൻഡ് മൗണ്ട്സ് എന്നിവ പുറമേ നിന്നും അല്ലെങ്കിൽ ചില സബ്സ്റ്റൻസ് ഇതിന്റെ പുറത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇവ വളരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞത്? എക്സ്ക്ലൂസീവ് ക്യാരക്ടേഴ്സ് ടു ദ ലിവിങ് ഓർഗാനിസംസ്. ജീവനുള്ളവയ്ക്ക് മാത്രമുള്ള ചില പ്രത്യേകതയാണ് എന്തോന്ന്? ഡിഫൈനിങ് പ്രോപ്പർട്ടീസ്. നോൺ ലിവിങ് ഓർഗാനിസംസിന് വരാൻ പാടില്ലാത്തതും എന്നാൽ എല്ലാ ലിവിങ് ഓർഗാനിസംസിനും കോമൺ ആയിട്ടുള്ള സ്വഭാവത്തെയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഗ്രോത്തിനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. എന്തുകൊണ്ടാണ്? നോൺ ലിവിങ് ആയിട്ടുള്ളവയും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് ഇവിടെ എക്സിബിറ്റ്, അല്ലെങ്കിൽ ഗ്രോത്ത് എക്സിബിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി വളരുന്നു എന്ന് നമുക്കിവിടെ പറയാം അല്ലേ. പുറമേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവ വളരുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗ്രോത്ത് എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ലിവിങ് ഓർഗാനിസംസിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ഗ്രോത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നോൺ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗ്രോത്ത് എന്നത് എന്തല്ല? ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. വൈ? റോക്സ്, മൗണ്ടൻസ്, സാൻഡ് മൗണ്ട്സ് എക്സെട്ര ഗ്രോ അല്ലേ. എങ്ങനെ? ബൈ അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽസ് ഓൺ ദ സർഫസ് ദാറ്റ് ഈസ് ഫ്രം ഔട്ട്സൈഡ്. ബട്ട് ലിവിങ് ഓർഗാനിസംസ് ഗ്രോ ഫ്രം ഇൻസൈഡ്. നമുക്ക് എന്ത് പറയാം? ഗ്രോത്ത് എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് റീപ്രൊഡക്ഷൻ. എല്ലാ ലിവിങ് ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. എല്ലാ ലിവിങ് ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ എസെക്ഷൽ മെത്തേഡിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്ഷൽ മെത്തേഡിലൂടെ ആയിരിക്കാം. എന്തായാലും എല്ലാ ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ റിഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. ഏകദേശം പാരൻസിനെ പോലെ അല്ലെങ്കിൽ പാരൻസിനെ പോലിരിക്കുന്ന പ്രോജനിയെ അല്ലെങ്കിൽ പുതിയ തലമുറയെ, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ റിഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി. റീപ്രൊഡക്ഷൻ റിഫേഴ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി മോർ ഓർ ലെസ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. അപ്പൊ ഈ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ റീപ്രൊഡക്ഷനെ കുറിച്ച് മാത്രമാണ്. റീപ്രൊഡക്ഷൻ എന്നത് ഒരു ലിവിങ് ക്യാരക്ടർ ആണ്, അത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ എന്ന് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എസെക്ഷൽ മെത്തേഡിലൂടെ അല്ലെങ്കിൽ അലൈംഗിക പ്രജനനത്തിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ചില എക്സാമ്പിൾ ആണ് ഫഞ്ചൈ, ഈസ്റ്റ്, ഹൈഡ്ര, ബാക്ടീരിയ എന്നിവ. ഫഞ്ചൈ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ എസെക്ഷൽ സ്പോർസ്. എസെക്ഷൽ സ്പോർസിലൂടെയാണ് ഫഞ്ചൈ എന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ്, ഹൈഡ്ര എന്നിവ
ബഡിങ്ങിലൂടെയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം എണ്ണത്തിൽ വർദ്ധിക്കുന്നതാണ് അല്ലെ, പുതിയൊരു തലമുറ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ഫഞ്ചയിലാണെങ്കിൽ അതെങ്ങനെയാണ്, എസെക്ഷൽ സ്പോർട്സിലൂടെ നടക്കുന്നുണ്ട്. ഇത് തന്നെ ഫഞ്ചയിൽ ഫ്രാഗ്മെന്റേഷൻ, അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഈസ്റ്റ്, ഹൈഡ്ര എന്നിവ ബഡിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എല്ലാ ലിവിങ് ഓർഗാനിസംസ് അത് എസെക്ഷൽ മെത്തേഡിലൂടെ ആയാലും സെക്ഷൽ മെത്തേഡിലൂടെ ആയാലും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നില്ല, റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മ്യൂൾ കേട്ടിട്ടുണ്ടല്ലോ, മ്യൂൾ എന്താണ്, കോവർ കഴുത, മ്യൂൾ. ഈ മ്യൂൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതായത് മെയിൽ ഡോങ്കി, ഫീമെയിൽ ഹോഴ്സ് എന്നിവ മേറ്റ് ചെയ്യുന്നതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് മ്യൂൾ അഥവാ കോവർ കഴുത. പക്ഷെ ഈ മ്യൂളിന് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല. ഇതിന് പുതിയൊരു പ്രോജനി ഉൽപ്പാദിപ്പിക്കേണ്ട ശേഷിയില്ല, കാരണം ഇത് ഇൻഫെർട്ടൈൽ ആണ്. ഇനി അതുപോലെ തന്നെയാണ് ഇൻഫെർട്ടൈൽ ഹ്യൂമൻസ്, നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയാറില്ലേ, ഇവർക്കും പുതിയ തലമുറയെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ശേഷിയില്ല. അപ്പോൾ ഈ മ്യൂൾ, ഇൻഫെർട്ടൈൽ ഹ്യൂമൻസ് എന്നിവര് എക്സെപ്ഷൻ ആണ്. എന്തുകൊണ്ട്? ഇവയ്ക്ക് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവയ്ക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട്, ഇവ റീപ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് റീപ്രൊഡക്ഷൻ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ നമ്മളോട് ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ ലിവിങ് ഓർഗാനിസംസിനും കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നത്. ഇപ്പൊ ഒരു ക്യാരക്ടർ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയണമെങ്കിൽ അത് എല്ലാ ലിവിങ് ഓർഗാനിസംസും എക്സിബിറ്റ് ചെയ്തതായിരിക്കണം. ഇവിടെ റീപ്രൊഡക്ഷൻ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. എന്തുകൊണ്ട്? എക്സെപ്ഷൻ വന്നു. മ്യൂൾ, ഇൻഫെർട്ടൈൽ ഹ്യൂമൻസ് എന്നിവ എന്ത് ചെയ്യുന്നില്ല, റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവയും ലിവിങ് ഓർഗാനിസംസ് ആണ്, ശരിയല്ലേ? മ്യൂൾ, ഇൻഫെർട്ടൈൽ ഹ്യൂമൻസ് എന്നിവ ലിവിങ് ഓർഗാനിസംസ് ആണ്, പക്ഷെ ഇവ എന്ത് ചെയ്യുന്നില്ല, റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് റീപ്രൊഡക്ഷൻ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ് മെറ്റബോളിസം എന്നത്. മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾ. എന്താണ് മെറ്റബോളിസം? ഓൾ കെമിക്കൽ റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻസൈഡ് എ സെൽ ഓർ an organism is called metabolism. All chemical reactions takes place inside a cell or an organism is called metabolism. ഒരു സെല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലോ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും നമ്മൾ എന്തോ പറയും, മെറ്റബോളിസം എന്ന് പറയും. ഒരു സെല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലോ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിനെയും എന്ത് പറയാം, മെറ്റബോളിസം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ജീവജാലത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്, മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങളാണ്. അപ്പൊ എവിടെയൊക്കെയാണ് ഈ മെറ്റബോളിസം, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗാനിസത്തിലാണ് മെറ്റബോളിസം നടക്കുന്നത്? എല്ലാ ഓർഗാനിസത്തിലും, എല്ലാ ലിവിങ് ഓർഗാനിസംസിലും എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസം നടക്കുന്നുണ്ട്. പ്ലാന്റ്സിൽ മെറ്റബോളിസം നടക്കുന്നുണ്ട്, അനിമൽസിൽ നടക്കുന്നുണ്ട്, ഫഞ്ചൈ, മൈക്രോബ്സ് എല്ലാത്തിലും മെറ്റബോളിസം നടക്കുന്നുണ്ട്. ഓൾ പ്ലാന്റ്സ്, അനിമൽസ്, ഫഞ്ചൈ ആൻഡ് മൈക്രോബ്സ് എക്സിബിറ്റ് മെറ്റബോളിസം. റെസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? ഡൈജഷൻ എന്ന പ്രോസസ് നടക്കുമ്പോഴും അവിടെയും ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഫോട്ടോസിന്തസിസ് എന്ന ഒരു പ്രോസസ് നടക്കുകയാണ്, അവിടെയും ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം തന്നെ എന്താണ്, മെറ്റബോളിസം ആണ്. അപ്പൊ മെറ്റബോളിസത്തിന് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പറയാം നമുക്ക്? റെസ്പിറേഷൻ, ഡൈജഷൻ, ഫോട്ടോസിന്തസിസ്, ഇവയിലൊക്കെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിന് മെറ്റബോളിസം എന്ന് പറയാം. അതായത് മെറ്റബോളിസം തന്നെയാണ് ഇവയിലൊക്കെ നടക്കുന്നത്. എന്നാൽ ഒരു നോൺ ലിവിങ് തിങ്സിലും എന്ത് ചെയ്യുന്നില്ല, മെറ്റബോളിസം നടക്കുന്നില്ല. നോ നോൺ ലിവിങ് തിങ്സ് എക്സിബിറ്റ് മെറ്റബോളിസം. ഒരു നോൺ ലിവിങ് തിങ്സിലും മെറ്റബോളിസം നടക്കുന്നില്ല. അപ്പൊ ഞാനിവിടെ പറഞ്ഞു എല്ലാ ലിവിങ് ഓർഗാനിസംസിലും മെറ്റബോളിസം നടക്കുന്നുണ്ട്, എന്നാൽ ഒരു നോൺ ലിവിങ് തിങ്സിലും മെറ്റബോളിസം നടക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഇപ്പൊ ഇൻവിട്രോ ആയിട്ട് ഒരു ഓർഗാനിസത്തെ ഗ്രോ ചെയ്യിപ്പിക്കുകയാണ്, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ മീഡിയം ആണല്ലോ. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ നടക്കുന്ന റിയാക്ഷൻസ് ലിവിങ് ആണോ, ഇതിനെ മെറ്റബോളിസം എന്ന് ഉൾപ്പെടുത്താൻ സാധിക്കുമോ? കാരണം ഇൻവിട്രോ ആയിട്ട് ഗ്രോ ചെയ്യിപ്പിക്കുന്നത് ഒരു ലിവിങ് ഒബ്ജക്റ്റിനാണല്ലോ. അപ്പൊ ഈ സംശയത്തെ ഞാൻ ടിഷ്യൂ കൾച്ചറിലൂടെ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ചെറിയ ഒരു പ്ലാന്റ് പാർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നിന് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുന്ന
ഒരു രീതിയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് ഇൻവിട്രോ ആയിട്ടാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് വളർത്തിയെടുക്കുന്നത്. ഇപ്പൊ ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിനെ നമ്മൾ എക്സ്പ്ലാന്റ് എന്ന് പറയും. ഇതൊരു പക്ഷേ ഒരു സ്റ്റെമ്മിന്റെ പീസ് ആകാം, അല്ലെങ്കിൽ ഒരു ലീഫിന്റെ പീസ് ആകാം, അല്ലെങ്കിൽ ഒരു റൂട്ടിന്റെ പീസ് ആകാം, എന്തോ ആയിക്കോട്ടെ. ഒരു ചെറിയ പീസിനാണ് നമ്മൾ എന്തോ പറയുന്നത്, എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ലിവിങ് ആണ്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ആർട്ടിഫിഷ്യൽ മീഡിയത്തിൽ വെച്ചിട്ടാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ കൊടുക്കുന്ന എക്സ്പ്ലാന്റ് സെല്ലുലാർ ഡിഫറൻസിയേഷന് വിധേയമാകണമെങ്കിൽ, സെല്ലുലാർ ഓർഗനൈസേഷൻ അവിടെ നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, കെമിക്കൽ റിയാക്ഷൻസ് അഥവാ മെറ്റബോളിസം നടക്കണം. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു, അതുകൊണ്ട് മാത്രമാണല്ലോ ഇത് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ലിവിങ് ആണോ എന്നൊരു ചോദ്യം വന്നാൽ ലിവിങ് ആണ്. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മീഡിയത്തിലാണെങ്കിൽ പോലും അവിടെ നടക്കുന്ന റിയാക്ഷൻസ് ലിവിങ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഐസൊലേറ്റഡ് ഒരു ഇൻവിട്രോ ആയി കൾച്ചർ ചെയ്യുമ്പോൾ ഐസൊലേറ്റഡ് മെറ്റബോളിക് പ്രോസസ് അല്ലെങ്കിൽ മെറ്റബോളിക് റിയാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്നുകൂടെ പറയാം. കാരണം ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള മീഡിയത്തിൽ നമ്മൾ ഒരു പാർട്ടിനെ, ഒരു പ്ലാന്റ് പാർട്ടോ എന്തെങ്കിലും നമ്മൾ ഗ്രോ ചെയ്യിപ്പിച്ചാലും അത് സാധാരണ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ ആണെങ്കിൽ പോലും ഇവ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റബോളിക് പ്രോസസ് നടന്ന് ഗ്രോ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസം എന്ന പ്രോസസ് നടത്തുന്നുണ്ട്. ഒരു നോൺ ലിവിങ് തിങ്സും മെറ്റബോളിസം നടത്തുന്നില്ല. നോൺ ലിവിങ് തിങ്സ് എക്സിബിറ്റ് മെറ്റബോളിസം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്താണ് നമ്മൾ ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്, എക്സ്ക്ലൂസീവ് ക്യാരക്ടേഴ്സ് ടു ഓൾ ലിവിങ് തിങ്സ്. അപ്പൊ എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഉള്ള ക്യാരക്ടേഴ്സിനെയാണ്, പൊതുവായുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ഡിഫൈനിങ് പ്രോപ്പർട്ടി നോൺ ലിവിങ് തിങ്സിൽ കാണാൻ പാടില്ല, എന്നാൽ എല്ലാ ലിവിങ് ഓർഗാനിസംസിലും എക്സിബിറ്റ് ചെയ്യുന്നതും ആയിരിക്കണം. അപ്പൊ മെറ്റബോളിസം എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്ന അടുത്ത പ്രോപ്പർട്ടിയാണ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ അഥവാ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുക എന്നത്. ഓൾ ലിവിങ് ഓർഗാനിസംസ് ഹാവ് ദ കപ്പാസിറ്റി ടു ഓർ ഹാവ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവയോൺമെന്റ് ആൻഡ് റെസ്പോണ്ട് ടു ദീസ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഓർ എൻവയോൺമെന്റൽ സ്റ്റിമുലൈ. എല്ലാ ലിവിങ് ഓർഗാനിസംസിനും അതിന്റെ എൻവയോൺമെന്റിനെ അഥവാ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് മാത്രമല്ല ആ എൻവയോൺമെന്റൽ സ്റ്റിമുലൈക്ക് അനുസരിച്ച് അവ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഓർഗാനിസംസിനും അതിന്റെ എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിമുലൈ വന്നാൽ അതിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയും. അത് മാത്രമല്ല ഈ എൻവയോൺമെന്റൽ സ്റ്റിമുലൈക്ക് അനുസരിച്ച് ഇവ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ സെൻസ് ഓർഗൻസിലൂടെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റിമുലൈയെ സെൻസ് ചെയ്യുന്നുണ്ട്. വി സെൻസ് അവർ എൻവയോൺമെന്റ് ത്രൂ അവർ സെൻസ് ഓർഗൻസ്. ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിലോ അവരുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ സ്റ്റിമുലൈക്ക് അനുസരിച്ച് വേണ്ട വിധത്തിൽ റെസ്പോണ്ട് ചെയ്യുകയും അല്ലെങ്കിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പ്ലാന്റ്സിലേക്ക് വന്നാലോ, പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയ വാട്ടർ, ടെമ്പറേച്ചർ, ദെൻ പൊല്യൂട്ടൻസ്, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനനുസരിച്ച് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റിമുലൈക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റിമുലൈയെ സ്വീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ സ്റ്റിമുലൈക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സ് ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയ വാട്ടർ, ടെമ്പറേച്ചർ, പൊല്യൂട്ടൻസ് ഇവയെ സെൻസ് ചെയ്യുകയും അത് മാത്രമല്ല ഈ സ്റ്റിമുലൈക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് സെൽഫ് കോൺഷ്യസ്നെസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഹ്യൂമൻ ബീയിങ്സിന് സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് തിങ്ക് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കോൺഷ്യസ്നെസ് അത് പ്ലാന്റ്സിനും ഉണ്ടല്ലോ, പ്ലാന്റ്സും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അനിമൽസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ബീയിങ്സ് എല്ലാ ലിവിങ് ഓർഗാനിസംസും എക്സ്റ്റേണൽ സ്റ്റിമുലൈക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോൺഷ്യസ്നെസ് എന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ടു സ്റ്റിമുലൈ എന്നത് എന്ത് പറയാം, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയാം. എല്ലാ ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യുന്നതും എന്നാൽ നോൺ ലിവിങ് ഓർഗാനിസംസ് എക്സിബിറ്റ് ചെയ്യാത്തതുമായ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തോ പറയുന്നത്, ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. കോൺഷ്യസ്നെസ് എന്നത് എന്താണ്, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നിയിരിക്കാം,
ഒരു വ്യക്തി കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. ഇപ്പൊ നമ്മളൊന്ന് ആ വ്യക്തി ചെന്ന് തട്ടിയാൽ അയാൾ അറിയുന്നില്ല. അപ്പൊ അതായത് നമ്മൾ തട്ടുന്നത് സ്റ്റിമുലേ ആണല്ലോ, പക്ഷെ ആ സ്റ്റിമുലേക്ക് അനുസരിച്ച് ആ വ്യക്തി എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനെ അതുകൊണ്ട് നമുക്ക് റെസ്പോണ്ടീവ് സ്റ്റിമുലേ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇങ്ങനൊരു സംശയം ഏതൊരു സ്റ്റുഡന്റിനും ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഒരു സ്റ്റിമുലയെ കുറിച്ച് മാത്രമേ ചിന്തിച്ചോളൂ, അല്ലെ? നമ്മൾ പോയിന്ന് തട്ടി എന്നുള്ള ഒരു സ്റ്റിമുലയെ കുറിച്ച് മാത്രമേ നമ്മളിവിടെ ചിന്തിച്ചോളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന വ്യക്തിക്ക് ഒരു പനി വന്നു എന്നിരിക്കട്ടെ. അപ്പൊ നല്ലൊരു പനിയാണ്. അപ്പൊ ഈ വ്യക്തിക്ക് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുത്താൽ ആ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ആ മെഡിസിൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു വ്യക്തി മെഡിസിൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റിമുലേക്ക് അനുസരിച്ചും റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്, ചില സ്റ്റിമുലേക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് തട്ടിയാൽ ആ വ്യക്തി അറിഞ്ഞില്ല എങ്കിലും മെഡിസിൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, മെഡിസിൻ കൊടുത്തപ്പോൾ അത് പ്രതികരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തു പറയാം, എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ടീവ് സ്റ്റിമുലൈ എന്ന പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം, റെസ്പോണ്ടീവ് സ്റ്റിമുലൈ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. റെസ്പോണ്ടീവ് സ്റ്റിമുലൈ ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇപ്പൊ നമ്മൾ 4 ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? വാട്ട് ഈസ് ലിവിങ് എന്നതിന് ഓൾ ലിവിങ് ഓർഗാനിസംസ് ഗ്രോ, ദെൻ പിന്നെന്ത് പറഞ്ഞു, റീപ്രൊഡ്യൂസ്, പിന്നെന്തോ പറഞ്ഞു, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, ദെൻ റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദേ ഗ്രോ, ദേ റീപ്രൊഡ്യൂസ്, ദേ റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, ദെൻ ദേ മെറ്റബോളൈസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞത് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്താണ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നത് എന്താണ്? ഡിഫൈനിങ് പ്രോപ്പർട്ടി എക്സ്ക്ലൂസീവ് ക്യാരക്ടേഴ്സ് ടു ഓൾ ലിവിങ് ഓർഗാനിസംസ്, അല്ലെ? ലിവിങ് ഓർഗാനിസംസിന് മാത്രമുള്ളതും എന്നാൽ നോൺ ലിവിങ് തിങ്സിൽ ഇല്ലാത്തതുമായിട്ടുള്ള സവിശേഷതകളെയാണ് നമ്മൾ എന്തോ പറഞ്ഞത്, ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ ലിവിങ് ഓർഗാനിസംസിന്റെ 4 പ്രോപ്പർട്ടിയെ കുറിച്ച് പറഞ്ഞു. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, പിന്നെന്തോ ആണ്, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, അടുത്തെന്തോ ആണ്, മെറ്റബോളിസം. ഇതില് ഗ്രോത്ത് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഗ്രോത്ത് എന്നത് എല്ലാ ലിവിങ് ഓർഗാനിസംസും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ ലിവിങ് ഓർഗാനിസംസും ഗ്രോ ചെയ്യുന്നുണ്ട്. എന്നാൽ നോൺ ലിവിങ് തിങ്സ് ആയ റോക്ക്, മൗണ്ടൻ, ദെൻ സാൻഡ് മൗണ്ട്സ്, ഇവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതും ചില എക്സ്റ്റേണൽ സബ്സ്റ്റൻസിന്റെ പുറത്ത് ആഡ് ചെയ്യപ്പെടുന്നതിനാൽ ഇവയും വളരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നോൺ ലിവിങ് തിങ്സ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ട് ഗ്രോത്ത് എന്നത് എന്തല്ല, ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്ഷൻ ആണ്. എല്ലാ ലിവിങ് ഓർഗാനിസംസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എക്സെപ്ഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് എക്സെപ്ഷൻ പറഞ്ഞത്? സ്റ്റിറൈൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയ ഏതൊക്കെയാണ്, മ്യൂൾ, ഇൻഫെർട്ടൈൽ ഹ്യൂമൻസ്, ഇവയെ കുറിച്ച് പറഞ്ഞു, അല്ലെ? ഇവയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് റീപ്രൊഡക്ഷൻ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞത് മെറ്റബോളിസത്തെ കുറിച്ചാണ്. എല്ലാ ഓർഗാനിസംസും മെറ്റബോളിസം നടത്തുന്നുണ്ട്. ഇൻവിട്രോ ആയാൽ പോലും, ഇൻവിട്രോ ആയിട്ട് ഒരു ഓർഗാനിസം നമ്മൾ ഗ്രോ ചെയ്യിപ്പിച്ചാൽ പോലും അവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, ലിവിങ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മെറ്റബോളിസം എന്നതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. മെറ്റബോളിസം എല്ലാ ലിവിങ് ഓർഗാനിസംസും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നോൺ ലിവിങ് തിങ്സ് അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്, മെറ്റബോളിസം എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. എല്ലാ ഓർഗാനിസംസും, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ, എല്ലാ ഓർഗാനിസംസും അതിന്റെ എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യുകയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റിമുലൈക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്നത് എല്ലാ ഓർഗാനിസംസിനും ബാധകമാണ്. അപ്പോൾ കോൺഷ്യസ്നെസ് എന്നത് നമുക്ക് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഏതിലോട്ട് എത്തി, ഒരു കോമ സ്റ്റേജിലെ ഒരു വ്യക്തിയിലോട്ട് വന്നു. കോമ സ്റ്റേജിലെ വ്യക്തിയെ നമ്മളൊന്ന് തട്ടിയാൽ അയാൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലും ആ വ്യക്തിക്ക് ഒരു പനി വന്നാലോ അല്ലെങ്കിൽ മറ്റൊരു അസുഖം വന്നാലോ മെഡിസിൻസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്പോണ്ട് ടു സ്റ്റിമുലൈ എന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടി? മെറ്റബോളിസം, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ, ഇവ രണ്ടും എന്താണ്, ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ദെൻ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നിവ ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഇനി നമ്മുടെ കോഡിലേക്ക് വരാം. നമ്മുടെ കോഡ് എന്തായിരുന്നു, MGR. നമ്മുടെ കോഡ് MGR. അപ്പോൾ ഓർക്കാൻ ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് ലിവിങ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ വാട്ട് ഈസ് ലിവിങ് എന്ന ടോപ്പിക്കിൽ നമുക്ക് ഈ കോഡ് നല്ലോണം ഓർത്തിരിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു. കാരണം തമിഴ്നാട്ടിലെ
ഫേമസ് ആയ ഒരു ആക്ടറും ഒരു പൊളിറ്റീഷ്യനും ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നതുമായ വ്യക്തിയാണ് MGR അഥവാ MG രാമചന്ദ്രൻ. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ലിവിങ് എന്നത് തമിഴ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന MGRലേക്ക് പോവുക. വാട്ട് ഈസ് ലിവിങ് MGR. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് MGR M+GR ബ്രാക്കറ്റിനകത്ത് എടുത്തിട്ട് ആറിന് പുറത്തെടുക്കുക കോമൺ ആയിട്ട്. അപ്പോൾ MR+GR എന്നെടുക്കാം. ഇവിടെ MR+GR എന്ന് ഞാൻ പറഞ്ഞത് MR എന്ന് ഞാൻ എന്തോ പറഞ്ഞു, ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി ഏതൊക്കെ? മെറ്റബോളിസം, പിന്നെന്താണ് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ എന്നിവ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ദെൻ അടുത്ത GR ഏതാണ്? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. ഇവ ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ എന്നിവ എന്തല്ല? ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. ഒന്നുകൂടെ നോക്കുക. M മെറ്റബോളിസം, G ഗ്രോത്ത്, R റീപ്രൊഡക്ഷൻ, റെസ്പോൺസ് ടു സ്റ്റിമുലൈ. MR ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. മെറ്റബോളിസം, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. മെറ്റബോളിസം, റെസ്പോണ്ട് ടു സ്റ്റിമുലൈ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ്. ദെൻ ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. അപ്പൊ നമ്മുടെ കോഡ് എന്താണ്? MGR = MR+GR. ഒരിക്കലും മറക്കില്ല. വാട്ട് ഈസ് ലിവിങ് MGR = MR+GR. MGR = MR+GR. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. ഉപരിയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എന്നെ അറിയിക്കുക. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കിടിലൻ കോഡുകളുമായിട്ട് വീണ്ടും കാണാം.